പക്ഷെ ബ്രിട്ടാസിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോധോദയം ഉണ്ടാവും. എന്നാൽ പിന്നെ ഇന്ന് നിർമ്മലാ സീതാരാമന് കത്തയക്കാം, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം അപകടത്തിലാണ്. വിദേശ ബാങ്കുകളുടെ കടന്നുകയറ്റം ഇന്ത്യയുടെ ബാങ്കുകളെല്ലാം അപകടത്തിലാക്കി. തൊട്ടപ്പുറത്തൊരു കരുവന്നൂർ ബാങ്കുണ്ട്, സഹകരണ ബാങ്കുകളൊക്കെ ഉണ്ട്. ഈ കരുവന്നൂർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 10-13 പാവങ്ങൾ ആത്മഹത്യ ചെയ്തതാണ്. അവരുടെയൊക്കെ പൈസ കൊണ്ടിട്ടിട്ട് ഒന്നും കിട്ടാനില്ല, ഒക്കെ സഹാക്കന്മാർ മുക്കിയെടുത്തോണ്ട് പോയി. അതൊന്നും ബ്രിട്ടാസിനൊരു പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം അപകടത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാന ബ്രിട്ടാസിന് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാത്തലിക് സിറിയൻ ബാങ്കിനെ കുറിച്ചാണ് ബ്രിട്ടാസിന്റെ ആവലാതി മുഴുവൻ. അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കാത്തലിക് സിറിയൻ ബാങ്കിനെ കുറിച്ചൊക്കെ വല്ലാത്തൊരു ആവലാതിയാണ്. അങ്ങനെയാണ് നിർമ്മലാ സീതാരാമന് കത്തയച്ചത്. ഇന്ത്യ ഇപ്പോൾ 4ാം സാമ്പത്തിക ശക്തിയിൽ നിന്നും 3ാം സാമ്പത്തിക ശക്തി ആകാനുള്ള കുതിപ്പിലാണ്. അതിനിടയ്ക്കാണ് ബ്രിട്ടാസിന്റെ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. അത് ഏക്കുവോ? ഏതാണ്ട് 3 വർഷം മുമ്പ് ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ നമ്മുടെ ധനമന്ത്രി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ സ്വകാര്യവൽക്കരണം ആയിട്ടില്ല, അതിനിയും ദൂരത്താണ്. കാരണം വളരെയധികം അസറ്റ്സ് ഉള്ള ഒരു ബാങ്കാണ്. അത് ഏറ്റെടുക്കാൻ വൻ മുതലാളിമാർ തന്നെ വേണ്ടി വരും. അതിനിപ്പോൾ ആരും സന്നദ്ധരല്ല. അതുകൊണ്ടാണ് അത് നീണ്ടുപോകുന്നത്. അല്ല ചുമ്മാ കട വിറ്റ് കാലിയാക്കൽ പരിപാടി അല്ല ഇത്. നമുക്കതിന് തക്ക വിദേശ വരുമാനവും നിക്ഷേപവും കിട്ടാനുള്ള പരിപാടിയാണ്. ജീവനക്കാരെ ഒരാളെ പോലും തൽസ്ഥാനത്ത് നിന്നും മാറ്റരുതെന്നും വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പലരും വരാൻ പഠിക്കുന്നത്. ഇത്രയും ഭാരിച്ച ശമ്പളം നിലനിർത്തിക്കൊണ്ട് ആ ജീവനക്കാരെ തുടരാൻ അനുവദിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. മനസ്സിലായോ? SBIയുടെ അത്രയും തന്നെ ശമ്പളവും ആനുകൂല്യങ്ങളും പെർക്സും കൊടുക്കും ആ സ്ഥാപനം. അതുകൊണ്ട് ഗവൺമെൻറ് ജീവനക്കാരുടെ അത്രയും തന്നെ ശമ്പളവും ഒക്കെ കിട്ടുന്നുണ്ട്. ടെൻഷനുണ്ട് ജോലിക്ക്, തീർച്ചയായിട്ടും ഉണ്ട്. ആ ബാങ്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആര് സ്ഥാപിച്ചതാണ്? ഇന്ത്യയുടെ വ്യവസായ വികസനത്തിന് വേണ്ടി സാക്ഷാൽ സോഷ്യലിസ്റ്റായ ജവഹർലാൽ നെഹ്റു എന്നും പറയുന്ന നമ്മുടെ ഭരണഘടനാ ശില്പിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു രൂപം കൊടുത്തതാണ്. മനസ്സിലായോ? ആ ബാങ്ക്. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ബാങ്കിൽ ജീവനക്കാരുണ്ട്, ജീവനക്കാർക്ക് സംഘടനകളുണ്ട്. പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും സംഘടനകളാണ്. ബാങ്കിൻ്റെ കാര്യത്തിൽ ജാഗരൂകത വേണ്ട അവരൊക്കെ തന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ ഓരോരോ വ്യവസായികൾക്കും, സ്വകാര്യ വ്യവസായികൾക്കും വൻതോതിൽ കൊളാറ്ററൽ ജാമ്യം ഇല്ലാതെ, കൊളാറ്ററൽ ഗ്യാരണ്ടി ഇല്ലാതെ വായ്പകൾ അങ്ങനെ കൊടുത്തു. ഇതിൽ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി ഈ ജീവനക്കാർ, ഈ CPM CPIയിൽപ്പെട്ട അതിൽ കൂടി വളർന്നു വന്ന നേതാക്കൾ തന്നെ, ഉദ്യോഗസ്ഥർ തന്നെ. ബാങ്കിനെ വിറ്റു തുലച്ചത് അവരാണ്. ആ ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ CITUവിലും അതുപോലെ തന്നെ നിങ്ങളുടെ AITUCയിലും പെട്ട നിങ്ങളുടെ പാർട്ടിയോട് കൂറുള്ളവരാണ്. അതിനെ വിറ്റു തുലച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി. എന്നിട്ടും ആ ബാങ്ക് ഇന്നും നിലനിൽക്കുന്നത് തന്നെ വലിയൊരു മഹാത്ഭുതമാണ്. ശമ്പളക്കാർക്കെല്ലാം ജീവനക്കാർക്കെല്ലാം അതേ രീതിയിലുള്ള ശമ്പളമുണ്ട്, പാറ്റേൺ ഉണ്ട്, ജോലി വ്യവസ്ഥകളുണ്ട്. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ കാരണം ഇപ്പോൾ എല്ലാ നഗരങ്ങളിലും നമ്മുടെ സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോൾ IDBI ബാങ്കിൻ്റെ നല്ല മനോഹരമായ ശാഖകൾ തുറന്നു വരിക. എനിക്കിത് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് വിറ്റു തുലച്ചില്ലേ? അവിടുത്തെ ആരാധി ചെയ്തത്? ഗവൺമെൻറ് നേരിട്ട് വന്ന് വായ്പ കൊടുത്തതാണ്. അവിടുത്തെ ജീവനക്കാർ ഒരു കൊലാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ കൊണ്ട് പണം കൊടുത്തുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. വ്യവസായികൾ അതുകൊണ്ട് പോയി. നമുക്കറിയാം വിജയ് മാലിയെ പോലെയുള്ള ആൾക്കാർ പറ്റിച്ച് SBIയെ പറ്റിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഒരുപാട് പേരുണ്ട് പറ്റിച്ചുകൊണ്ട് പോയി. ബാങ്കുകളെ പറ്റിച്ചുകൊണ്ട് കടമെടുത്തിട്ട് തിരിച്ചു കൊടുക്കാതെ കള്ളത്തരവും പറഞ്ഞുകൊണ്ട്, എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് വിദേശത്തേക്ക് കടന്നുപോയി. അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നശിപ്പിച്ചത്. അപ്പോൾ ഇത് നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് ഗവൺമെൻറ് ഇതൊരു എന്ന് പറഞ്ഞാൽ വിറ്റു തുലയ്ക്കലല്ല, ഗവൺമെൻറ്റിൻ്റെ ഓഹരി അവിടെ ഉണ്ടാവും തുടർന്നു. 55% ഗവൺമെൻറ്റിൻ്റെ ഓഹരി ഉണ്ടെങ്കിൽ 45% വിദേശ ബാങ്കുകൾക്ക് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഷെയറിങ്, ഷെയർ കൊടുക്കുക എന്നാണ് പറയുന്നത്. അല്ല വിറ്റു തുലയ്ക്കലല്ല ബ്രിട്ടാസ് ഉദ്ദേശിക്കുന്നത് പോലെ. പിന്നെ ഇവിടെ ഇതിപ്പോൾ അന്നേരം ഒന്നും പാർലമെൻറ്റിലെ അംഗമായിരുന്നല്ലോ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിൻ്റെ ഏത് ചർച്ചയിൽ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ഇദ്ദേഹം വന്ന് കാത്തലിക് സിറിയൻ ബാങ്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വികാരം അങ്ങോട്ട് തീവ്രത അങ്ങോട്ട് കൂടിയത്. കാത്തലിക് സിറിയൻ ബാങ്ക് അത്
കാനഡയിലെ ഫെയർഫാക്സ് എന്നുള്ള കമ്പനി ഏറ്റെടുക്കുമെന്നൊരു ശ്രുതി. ഏറ്റെടുക്കണമെങ്കിൽ അവർ നോക്കും, ഇതിൻ്റെ അസറ്റ്സ് എല്ലാം കൂടെ നോക്കും, വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരെടുക്കും. അവർക്ക് ലാഭം കിട്ടുന്നതല്ലേ ഇത് നോക്കൂ. നമ്മുടെ ധനമന്ത്രി അങ്ങനെയൊന്നും നമ്മുടെ ലാഭമേ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ IDBI ബാങ്ക് ഏറ്റെടുക്കാതെ പോകുന്നത്. എന്ന് പറയുന്ന കാത്തലിക് സിറിയൻ ബാങ്ക് ഏറ്റെടുക്കുമെന്ന് നമുക്കറിയില്ല. അതിന് വല്ല മണ്ടന്മാരാണോ അവിടെ വിദേശത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്? കാത്തലിക് സിറിയൻ ബാങ്ക് നശിച്ചു കഴിഞ്ഞു. 1920 തൃശ്ശൂരിൽ സ്ഥാപിച്ച ബാങ്കാണിത്. ഇങ്ങനെയുള്ള ബാങ്കുകൾക്കൊന്നും തന്നെ ഇപ്പം നിലനിൽപ്പില്ല. രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള വലിയൊരു ബാങ്ക് അതാണ് SBI. ആ SBIക്ക് മാത്രമേ ഈടും നിലനിൽപ്പും ഉള്ളൂ. പിന്നെ ഈ IDBI പോലുള്ള ബാങ്കുകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ലാഭവിഹിതം വർദ്ധിപ്പിക്കുന്ന ബാങ്കുകൾ നിലനിൽക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തന്നെ, അത് തന്നെ പറ്റൂ. അങ്ങനെ തന്നെയാണ് ഈ തൊഴിലാളികളുണ്ടല്ലോ, ഇവരുടെ തൊഴിലാളികളെ പിന്നെ ബെഫി എന്ന് പറയുന്ന ഒരു യൂണിയനുണ്ട്. അത് CPM അഫിലിയേറ്റ്, രാഷ്ട്രീയമുള്ള യൂണിയനുകളാണ്. പിന്നെ അതുപോലെ തന്നെ ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ, എംപ്ലോയീസാണത് പറഞ്ഞിട്ട് CPIയുടെ ഒരു യൂണിയനുണ്ട്. സമരം ജോലിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ശമ്പളം കൂട്ടിത്തരണം, ഇതാണ് ഇവരുടെ ഡിമാൻഡ്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്ത ട്രേഡ് യൂണിയനിസം വന്ന് ബാങ്കുകളെ നശിപ്പിച്ച് കാർന്നു നിന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം വിദേശത്തെ ഒരു മുതലാളിയും സ്വീകരിക്കുകയില്ല. അത് ഈ ബാങ്കുകൾ ഏറ്റെടുക്കുന്നതിന് വലിയൊരു തടസ്സമാണ്. ഈ യൂണിയനും വെച്ചുകൊണ്ടിരുന്നാൽ അവരുടെ പണി പാളിപ്പോവും, ബാങ്ക് നഷ്ടത്തിലായി പോകുമെന്ന് അവർക്കറിയാം. മനസ്സിലായില്ലേ? അത് വെച്ച് പൊറുപ്പിക്കില്ല അവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജീവനക്കാരെല്ലാം പിരിഞ്ഞു പോയി, അവസാനത്തെ ആളും പോയി കഴിഞ്ഞ് ജീവനക്കാരെ നിയമിക്കാതിരിക്കും. എന്നിട്ട് പിന്നെ കാഷ്വൽസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആ പരുവത്തിന് ഈ വിദേശ മുതലാളിമാർ ഇത് ഏറ്റെടുക്കും. ഇതപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അന്നേരം പിന്നെ ഡിമാൻഡ് ഇല്ലല്ലോ, യൂണിയനും ഇല്ലല്ലോ. അങ്ങനെ ഒരു പരുവത്തിലേക്ക് അവർ നോക്കിയിരിക്കും. അതിനാണ് ഒരു നാച്ചുറൽ ഡെത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ ആക്കി തീർത്തത് നമ്മുടെ ട്രേഡ് യൂണിയനിസമാണ്. അപ്പോൾ ഇത് കാർക്കിച്ചു നോക്കുമ്പോൾ അത് വന്നു വീഴുന്നത് ബ്രിട്ടാസിൻ്റെ മുഖത്തേക്ക് തന്നെയാണ്. മലർന്നു കിടന്നുള്ള കാർക്കിച്ചൂപ്പലാണിത്. ഇത് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ സിസ്റ്റം ട്രേഡ് യൂണിയനിസത്തിന് ഇത്രയും അലവൻസ് എല്ലാ മേഖലയിലും കൊടുത്തു. അതിൻ്റെ ഫലമാണ് എക്സ്പ്ലോയിറ്റേഷനെതിരെ മാത്രം ഉണ്ടായിരിക്കേണ്ട ട്രേഡ് യൂണിയനിസം ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായി മാറുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഡൈവസ്റ്റ്മെൻറ്റിലേക്ക് ഒക്കെ ഗവൺമെൻറ്റിന് പോകേണ്ടതായിട്ട് വരുന്നത്. ആ തൊഴിലാളികൾ ഉത്തരവാദിത്തം കാണിക്കണം, രാഷ്ട്ര നന്മയെ കരുതി. ഇനിയുള്ള ആളുകൾക്കും തൊഴിൽ കിട്ടണമെങ്കിൽ, കൂടുതൽ വേക്കൻസികൾ വരണമെങ്കിൽ ഇവർ മര്യാദയ്ക്ക് പെരുമാറി ഈ ബാങ്കിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകണം. അവകാശങ്ങൾ മാത്രമല്ല കടമകളും ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിർമ്മല സീതാരാമന് ഒരു കത്തെഴുതിയതുകൊണ്ട് ബ്രിട്ടാസിനോട് പ്രതികരിക്കാൻ പോകുന്നില്ല നിർമ്മല സീതാരാമൻ. ചുമ്മാ ഒരു കാഷ്വലായിട്ട് കത്തെഴുതും, അത്രയേ ഉള്ളൂ. അതേസമയം തൻ്റെ തൊഴിലാളി വർഗത്തോട് പറയണം, മര്യാദയ്ക്ക് നിങ്ങൾ ജോലി ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറയുക. അപ്പോൾ ബാങ്കുകൾ നന്നാവും, രാജ്യം നന്നാവും. അപ്പോൾ പിന്നെ ഡൈവസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പരിപാടി, പ്രൈവറ്റൈസേഷൻ, അദ്ദേഹം പറയുന്നത് ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം, അതിനെ തന്നെയാണ് നടക്കുന്നത്. കാത്തലിക് സിറിയൻ ബാങ്കിനെ കൂട്ടുപിടിച്ചു. അപ്പോൾ ഏത് ബാങ്കായാലും അവിടെ ജോലി ചെയ്യുന്നവർ മര്യാദയ്ക്ക് പണി ചെയ്യുക എന്നുള്ള ഒരു ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സംഘടനയുമായിട്ട് ബന്ധമുള്ള തൊഴിലാളി വർഗത്തെയാണ് ജോൺ ബ്രിട്ടാസും MA ബേബിയും ഒക്കെ അഭിസംബോധന ചെയ്യേണ്ടത്. മുദ്രാവാക്യങ്ങൾ മാറണം, അവകാശം മാത്രമല്ല ചുമതലയും ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവണം. അതാണിപ്പോൾ ലോകത്തിൻ്റെ ഇക്കോസിസ്റ്റം. അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെ സർവൈവ് ചെയ്യൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഇപ്പോൾ കാലത്തിൻ്റെ നിയമം എന്നുള്ള കാര്യം ദയവായിട്ട് മനസ്സിലാക്കുക.